അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ അവിടുത്തെ വിശുദ്ധഗിരിയിലാകുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവിന്റെ ആലയത്തിന്റെ അടിസ്ഥാനങ്ങൾ അവിടുത്തെ വിശുദ്ധഗിരിയിലാകുന്നു. യാക്കോബിന്റെ കൂടാരങ്ങളെക്കാൾ സിഹ്യോന്റെ കവാടങ്ങൾ കർത്താവ് ഇഷ്ടപ്പെടുന്നു. ദൈവത്തിന്റെ നഗരമേ, നിന്നെ പറ്റി മഹത്തായ കാര്യങ്ങൾ അരുളി ചെയ്തിരിക്കുന്നു. എനിക്ക് പരിചിതമായ രാഹാബിനെയും ബാബേലിനെയും അവിടുന്ന് അനുസ്മരിക്കും. പ്ലസോർകൂസായ നിവാസികളെ, ഇതാ അവൻ അവിടെ ജാതനായി. സിഹ്യോനെ പറ്റി പറയപ്പെടും, ധീരനായവൻ അവിടെ ജനിച്ചിരിക്കുന്നു. അവനാണ് അത് സ്ഥാപിച്ചത്. കർത്താവ് തന്റെ ജനത്തിനു വേണ്ടിയുള്ള പുസ്തകത്തിൽ അവനവിടെ ജനിച്ചുവെന്ന് രേഖപ്പെടുത്തും. നിന്നിൽ നിവസിക്കുന്ന പ്രഭുക്കളും പാവപ്പെട്ടവരും ഒരുമിച്ച് സന്തോഷിക്കുകയും ചെയ്യും. എന്റെ രക്ഷയും ദൈവവുമായ കർത്താവേ, രാവും പകലും ഞാൻ തിരുസന്നിധിയിൽ നിലവിളിക്കുന്നു. എന്റെ പ്രാർത്ഥന തിരുസന്നിധിയിൽ പ്രവേശിക്കട്ടെ. എന്റെ യാചനയ്ക്ക് ചെവി ചായ്ക്കണമേ. എന്തുകൊണ്ടെന്നാൽ എന്റെ ആത്മാവ് ദുരിതത്തിൽ മുഴുകിയിരിക്കുന്നു. എന്റെ ജീവൻ ശിയോൽ വരെ എത്തിയിരിക്കുന്നു. മരണഗർത്തത്തിൽ നിബന്ധിക്കുന്നവരോടൊപ്പം ഞാൻ എണ്ണപ്പെട്ടിരിക്കുന്നു. ഞാൻ നിസ്സഹായനായ മനുഷ്യനെ പോലെയായി. മരിച്ചവരെ പോലെ ഞാൻ ഉപേക്ഷിക്കപ്പെട്ടിരിക്കുന്നു. ശവകുടീരങ്ങളിൽ കിടക്കുന്ന വധിക്കപ്പെട്ടവർക്ക് തുല്യനായി. അങ്ങ് അവരെ ഓർക്കുന്നില്ല. അങ്ങയുടെ കരങ്ങളിൽ നിന്ന് അവർ വിട്ടുപോയി. ആഴത്തിന്റെ അടിത്തട്ടിലേക്കും അന്ധകാരത്തിലേക്കും മരണത്തിന്റെ നിഴലിലേക്കും അങ്ങ് എന്നെ താഴ്ത്തി. അങ്ങയുടെ കോപം എന്റെ മേൽ ജ്വലിച്ചു. അങ്ങയുടെ അലകളെല്ലാം എന്റെ മേൽ ആഞ്ഞടിച്ചു. എന്റെ പരിചിതരെ അങ്ങ് ദൂരെ അകറ്റി.
അങ്ങ് എന്നെ അവർക്കൊരു നിന്ദാപാത്രമാക്കി. ഞാൻ ബന്ധനസ്ഥനായി തീർന്നു, പുറത്തിറങ്ങാൻ എനിക്ക് കഴിയുന്നില്ല. ദുഃഖഭാരത്താൽ എന്റെ കണ്ണു മങ്ങി. കർത്താവേ, എല്ലാ ദിവസവും ഞാൻ അങ്ങയെ വിളിക്കുന്നു. അങ്ങയുടെ പക്കലേക്ക് ഞാൻ കൈകൾ ഉയർത്തുന്നു. മരിച്ചവർക്ക് വേണ്ടി അങ്ങ് അത്ഭുതങ്ങൾ ചെയ്യും. ശക്തന്മാർ എഴുന്നേറ്റ് അങ്ങയെ സ്തുതിക്കും. കബറടത്തിലുള്ളവർ അങ്ങയുടെ കൃപ പ്രകീർത്തിക്കും. വിനാശത്തിൽ അങ്ങയുടെ വിശ്വസ്തതയും. അങ്ങയുടെ അത്ഭുതം അന്ധകാരത്തിൽ അറിയപ്പെടും. മറവിയുടെ നാട്ടിൽ നീതി വെളിപ്പെടും. കർത്താവേ, ഞാൻ അങ്ങയെ വിളിച്ചപേക്ഷിക്കുന്നു. പ്രഭാതത്തിൽ എന്റെ പ്രാർത്ഥന അങ്ങയുടെ പക്കലെത്തട്ടെ. കർത്താവേ, അങ്ങ് എന്നെ മറക്കരുതേ, എന്നിൽ നിന്ന് മുഖം തിരിക്കരുതേ. ബാല്യം മുതൽ ഞാൻ അവശനും നിസ്സഹായനുമാകുന്നു. ഞാൻ ഉയർത്തപ്പെടുകയും താഴ്ത്തപ്പെടുകയും ചെയ്തു. ഞാൻ പരിഭ്രാന്തനായിരിക്കുന്നു. അങ്ങയുടെ കോപം എന്നിൽ ആഞ്ഞുപതിച്ചു. അങ്ങയുടെ ശോഭം എന്നെ നിശബ്ദനാക്കി. ദിവസം മുഴുവൻ വെള്ളം പോലെ അവർ എന്നെ വലയം ചെയ്തു. എനിക്കെതിരായി അവർ ഒന്നു ചേർന്നു. സ്നേഹിതരെയും അയൽക്കാരെയും അങ്ങ് അകറ്റിക്കളഞ്ഞു. എന്റെ പരിചിതരെയെല്ലാം ദൂരെയാക്കി. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. നീ എന്നെ അനുഗമിക്കുക, വത്സലതാതൻ മാർത്തോമായി താവക ചെയ്തികൾ വർണ്ണിച്ചിടാൻ എളുതല്ല. ദാതൻ കൃപയാൽ നിന്നെ വിളിച്ചു, തൻ തിരുവചനം പാരിൽ നീളെ വിതച്ചിടാൻ. ജനരാശികളെ നേടിയിടാന നിരവധി പീഡകളേറ്റു നീ. ഉത്തമ ബോധകരായെന്നും ദൈവജനത്തെ നയിച്ചിടാൻ ശിഷ്യഗണത്തിൽ കൈക്കൊണ്ടു. അദ്ദായ്ക്കൊപ്പം മാറിയയും നിൻസുത ഞങ്ങളും ഈ വഴിയിൽ ശാശ്വതമാം ഫലമേകിടാൻ നാഥൻ കനിയട്ടെ. ഇതാ വിതയ്ക്കാരൻ വിതയ്ക്കാൻ പുറപ്പെട്ടു. ധീരതയേറും മാർത്തോമായി നാഥൻ പരിശു ഭാരത ഭൂവിലയച്ചല്ലോ. അജ്ഞത നീക്കും ജ്ഞാനത്തികവിൻ കതിരുകളവനീ രാജ്യത്താകെ വിതച്ചപ്പോൾ. സുഹൃതസുമങ്ങൾ നീളെ വിരിഞ്ഞു നവമാം ജനതയുണർന്നിങ്ങും. 100 മടങ്ങൽ അതിലധികം ഫലമീ ദേശത്തുളവായി. തിരുവചനദ്യുതി വർഷിക്കാൻ നാഥനയച്ചൊരു ശ്ലീഹാതൻ. പ്രാർത്ഥന തണലും കോട്ടയുമായി ഞങ്ങൾക്കെന്നും നൽകിയിടും നാഥാ സ്തോത്രം തേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. സുവിശേഷത്തിൻ വേലയ്ക്കായി തൻ സ്നേഹത്തികവിൽ നാഥൻ നൽകിയൊരാഹ്വാനം കൈക്കൊണ്ടുന്നത സ്ലീഹായായി. മാർത്തോമാതൻ വത്സലനാകും മാർമാറി. ദൈവികമാകും ശുശ്രൂഷകള ജനരാശികളെ അവൻ നേടി. റൂഹായുടെ നൽകിന്നരമേ, ദൈവിക കൃപതൻ കാഹളമേ. മാർമാറി നീ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ എന്നാളും. വിധിനാളിൽ നിൻ സുതരെല്ലാം രക്ഷിതരായി വിളങ്ങിടാൻ നാഥൻ കൃപ തൂകാൻ. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം, ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമായി
ഭാരതഭൂവിൽ സ്ലീഹായാം മാർത്തോമായി ഞങ്ങൾക്കായി നാഥനോടർത്ഥന ചെയ്യണമേ. നിന്നോടൊപ്പം സുതരെല്ലാം ദത്തവകാശം സ്വർഗത്തിൽ നേടാനർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയരും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. കഷ്ടതയുടെ ദിനത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളട്ടെ. യാക്കോബിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. കഷ്ടതയുടെ ദിനത്തിൽ കർത്താവ് നിനക്ക് ഉത്തരമരുളട്ടെ. യാക്കോബിന്റെ ദൈവം നിന്നെ സഹായിക്കട്ടെ. വിശുദ്ധ സ്ഥലത്ത് നിന്ന് അവിടുന്ന് സഹായം നൽകും, സിഹിയോനിൽ നിന്ന് സംരക്ഷണമേകും. കർത്താവ് നിന്റെ ബലികളെല്ലാം ഓർമ്മിക്കട്ടെ. നിന്റെ ദഹന ബലികൾ സ്വീകാര്യമാകട്ടെ. കർത്താവ് നിന്റെ ഹൃദയാഭിലാഷം സാധിച്ചു തരട്ടെ, നിന്റെ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കട്ടെ. അവിടുന്ന് നൽകിയ രക്ഷയെ പ്രതി ഞങ്ങൾ ആനന്ദകീർത്തനങ്ങൾ പാടും. തിരുനാമത്തിൽ ഞങ്ങൾ അഭിമാനിക്കും. കർത്താവ് നിന്റെ ആഗ്രഹങ്ങളെല്ലാം നിറവേറ്റട്ടെ. ദൈവം ശക്തമായ കരത്താൽ അഭിഷിക്തനെ രക്ഷിച്ചെന്നും സ്വർഗത്തിൽ നിന്ന് ഉത്തരമരുളിയെന്നും ഇപ്പോൾ ഞങ്ങൾ അറിയുന്നു. ചിലർ രഥങ്ങളെയും മറ്റു ചിലർ കുതിരകളെയും ആശ്രയിക്കുന്നു. ഞങ്ങളോ കർത്താവിന്റെ നാമത്തിൽ ശക്തി നേടും. അവർ നിലംപതിക്കും, ഞങ്ങളോ ഉറച്ചു നിൽക്കും. കർത്താവ് ഞങ്ങളെ രക്ഷിക്കും. അവിടുന്ന് രാജാവായി വാഴും. വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞങ്ങൾക്ക് ഉത്തരമരുളും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. മിശിഹായാലേ അഭിഷേചിതനാം മാർവാറേ നീ ഭാഗ്യമേയെന്നോ. തൻ തിരുകൃപയാൽ നാഥൻ നിന്നെ ശിഷ്യഗണത്തിൽ ചേർത്തതിമോദാൽ. നിൻ പ്രിയനാഥൻ ഞങ്ങളെയെല്ലാം അഭിഷേചിക്കാൻ പ്രാർത്ഥിച്ചിടൂ. ആശീസ്സുകളാം പരിമള തൈലം ഞങ്ങളിൽ നാഥൻ പൂശിടട്ടെ. വൈദികരെല്ലാം തിരുസഭ തന്നിൽ അഭിഷേചിതരായി നിലനിൽക്കട്ടെ. ദൈവാരാധന തിരുസഭ തന്നിൽ പൂർണ്ണതയോഷിക്കട്ടെ. സുവിശേഷത്തിൻ ദിവ്യമഹത്വം ധരയിൽ മുഴുവൻ പ്രഭചൊരിയട്ടെ. താതനും അതുപോൽ സുധനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊരിന്തോസിലെ സഭയ്ക്ക് എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായം 5 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. അപ്പോളോസ് ആരാണ്? പൗലോസ് ആരാണ്? കർത്താവ് നിശ്ചയിച്ചു തന്നതനുസരിച്ച് നിങ്ങളെ വിശ്വാസത്തിലേക്ക് നയിച്ച ശുശ്രൂഷകർ മാത്രം. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. അതുകൊണ്ട് നടുന്നവനോ നനയ്ക്കുന്നവനോ അല്ല, വളർത്തുന്നവനായ ദൈവത്തിനാണ് പ്രാധാന്യം. നടുന്നവനും നനയ്ക്കുന്നവനും തുല്യരാണ്. ജോലിക്ക് തക്ക കൂലി ഓരോരുത്തർക്കും ലഭിക്കും. ഞങ്ങൾ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരാണ്. നിങ്ങളാകട്ടെ ദൈവത്തിൻ്റെ വയലും വീടും. എനിക്ക് നൽകപ്പെട്ട ദൈവകൃപയനുസരിച്ച് ഒരു വിദഗ്ധ ശില്പിയെ പോലെ ഞാൻ അടിസ്ഥാനമിട്ടു, മറ്റൊരുവൻ അതിന്മേൽ പണിയുകയും ചെയ്യുന്നു.
എപ്രകാരമാണ് താൻ പണിയുന്നതെന്ന് ഓരോരുത്തരും ഗൗരവപൂർവ്വം ചിന്തിക്കട്ടെ. യേശുക്രിസ്തു എന്ന അടിസ്ഥാനം സ്ഥാപിക്കപ്പെട്ടു കഴിഞ്ഞു. അതിനു പുറമെ മറ്റൊന്ന് സ്ഥാപിക്കാൻ ആർക്കും സാധിക്കുകയില്ല. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ സ്ലീഹായായി മാർ തോമായെ നീ അയച്ചതുപോലെ തോമാ സ്ലീഹ നിന്റെ 70 ശിഷ്യന്മാരിൽ ഒരാളായ മാർ അത്തായിയെയും അദ്ദേഹം മാർ മാറിയെയും സുവിശേഷ പ്രഘോഷകരായി അയക്കാൻ ഇടയാക്കിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഭാരത ജനതയെ സത്യവിശ്വാസത്തിലേക്ക് ആനയിക്കാൻ നിന്റെ ശ്ലീഹായായ മാർ തോമായെ ശക്തനാക്കുകയും പൗരോസ്ത്യ സുറിയാനി സഭയെ വളർത്താൻ മാർ മാറിയെ നിയോഗിക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങൾക്ക് ലഭിച്ച ശ്ലൈഹിക പൈതൃകത്തോടും സുവിശേഷ പാരമ്പര്യത്തോടും എല്ലായ്പ്പോഴും വിശ്വസ്തത പുലർത്താനും സജീവ സഭാംഗങ്ങളായി തീരാനും മാറിയെ പോലെ ഞങ്ങളെയും ശക്തരാക്കണമേ എന്ന് മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. വിശ്രമമില്ലാതെ അധ്വാനിച്ചുകൊണ്ട് നിസീബീസിലും നിനവയിലും ടൈഗ്രീസ് നദിയുടെ തീരത്തും നിന്റെ സഭകൾ സ്ഥാപിക്കാൻ മാറിയെ ശക്തിപ്പെടുത്തിയ മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ദൈവമായ നിന്നോട് ഞങ്ങളെ രഞ്ജിപ്പിക്കുകയും നാഥനായ നിന്നെ പ്രീതിപ്പെടുത്തുകയും ചെയ്യുന്ന കറയറ്റതും ശുദ്ധിയവുമായ ജീവിതത്താൽ മാറിയെ അലങ്കരിച്ച മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മാറിയെ സത്യവചനത്തിന്റെ ആയുധം ധരിപ്പിക്കുകയും ആ കാലഘട്ടത്തിലെ ലൗകിക വീക്ഷണത്തെ ഭയം കൂടാതെ പ്രതിരോധിക്കാനും തെറ്റിന്റെ അന്ധകാരത്തിൽ വ്യാപരിച്ചിരുന്നവരെ പ്രകാശത്തിലേക്ക് ആനയിക്കാനും ശക്തനാക്കുകയും ചെയ്ത മിശിഹായെ നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർ ലയോ പാപ്പായെയും ഞങ്ങളുടെ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവ് രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ കർത്താവും ദൈവവുമായ മിശിഹായെ മാർ തോമാ ശ്ലീഹായുടെ ശിഷ്യനായ മാറിയുടെ പ്രാർത്ഥനയാൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്ന് ഞങ്ങൾ രക്ഷിതരാകട്ടെ. ഈ തിരുനാൾ യോഗ്യതയോടെ ആചരിക്കാനും ഞങ്ങൾക്ക് ലഭിച്ച വിശ്വാസത്തിൽ വളരാനും ശ്ലീഹായോടൊപ്പം നിന്റെ രാജ്യത്തിൽ ഭാഗ്യം അനുഭവിക്കുവാനും കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളായ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും